Hey folks, welcome back to our channel AK from NC. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ടീം ഔട്ടിംഗ് വ്ളോഗാണ്. നമ്മളൊരു ഐലൻഡിലോട്ടാണ് പോകുന്നത്. സോ ഞാനും ആദ്യമായിട്ടാണ് ഒരു ഔട്ടിങ്ങിന് പോകുന്നത് ന്യൂസിലാൻഡിൽ വന്നതിന് ശേഷം. സോ ബാക്കി വിശേഷങ്ങൾ വഴിയെ നമുക്ക് കാണാം. സോ ഗൈസ്, നമ്മൾ വെന്യൂവിൽ എത്തിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ബോട്ട് എല്ലായിടത്തായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുറച്ച് ടീം മെമ്പേഴ്സിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. ഒരാളവിടെ നിൽപ്പുണ്ട്, കുറച്ച് പേര് ഇപ്പുറത്തൊക്കെ നിൽപ്പുണ്ട്. ഇനിയും ഒരു 6-7 പേര് വരാനുണ്ട്. സോ അവർ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടിലോട്ട് കയറും. നമ്മുടെ ബോട്ട് പൂവ കാറ്റ് എന്ന് പറഞ്ഞൊരു ബോട്ടാണ്. അത് കുറച്ച് അപ്പുറത്തോട്ടാണ് നിർത്തിയിട്ടേക്കുന്നത്. സോ നമ്മൾ വിചാരിച്ചു എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് കയറാമെന്ന് വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഇപ്പോൾ. ഓക്കെ, അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് ശേഷം ഇതാ ഗൈസ് നമ്മൾ ബോട്ടിലോട്ട് കയറാണ്. എൻട്രൻസിൻ്റെയും ബോട്ടിൻ്റെയും അവിടെ ആയിട്ട് ചെറിയൊരു പാസേജ് ഉണ്ട്, വാക്ക് വേ. അതിലൂടെ നടന്ന് നമ്മൾ ബോട്ടിലോട്ട് കയറും. സോ ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ പൂവ കാറ്റ് എന്ന് പറഞ്ഞ യാച്ച് അല്ലെങ്കിൽ ബോട്ട്. നമ്മൾ ബോട്ടിൽ കയറി ഒന്ന് സെറ്റിൽ ഡൗൺ ആവുകയാണ്. നമ്മുടെ ക്യാപ്റ്റൻ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ. നമ്മളെല്ലാം അകത്തേറി ബാഗൊക്കെ ഊരി വെച്ച് ഷൂസൊക്കെ ഊരി ഒന്ന് സെറ്റാകുകയാണ് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഇവിടെ എല്ലാവരും സൺസ്ക്രീൻ വാരി തേക്കുന്നുണ്ട്. ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ കറുത്തു. സോ ഗൈസ്, നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ബോട്ട് മൂവ് ആവാൻ തുടങ്ങി. മച്ചാനാണത്. നല്ല അടിപൊളി വ്യൂ ആൻഡ് വൈബാണ് ഇവിടെ. ഇപ്പം ഇവിടെ എല്ലാവരും ആ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്പം. ഞങ്ങളുടെ ഹെഡ്, ഞങ്ങളുടെ ടീം ഹെഡ്, ടീം ക്യാപ്റ്റൻ ഇതാ വരുന്നു. ഇവിടെ എല്ലാവരും അവരുടെ മെയിൻ പരിപാടിയിലോട്ട് തുടങ്ങിയിട്ടുണ്ട്. ചിയേഴ്സൊക്കെ അടിച്ച് കഥയൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് റീഫ്രഷ്മെൻ്റ് ആയാലോ.
വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ അല്ലേ? സോ ഞങ്ങൾ ഗേൾസും സ്പ്രൈറ്റും കോക്കും ഒക്കെ എടുത്ത് വെറുതെ ഒന്ന് ചിയേഴ്സൊക്കെ അടിച്ച് നമ്മളും ഒന്ന് റിഫ്രഷ് ആകുകയാണ്. ഇപ്പം കാണാൻ നല്ല വെയിലാണ്. സോ എന്തെങ്കിലും തണുപ്പ് ഉള്ളിൽ ചെന്നില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഇവിടുന്ന് സിറ്റി വ്യൂ ഉണ്ടോ? നമ്മളിപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ഇരിക്കുന്ന ഡെക്കിലോട്ട് കയറി ചെല്ലാണ്. അതാ നമ്മുടെ ക്യാപ്റ്റൻ. അവരവിടെ ഫുഡ് കഴിക്കായിരുന്നു. സോ ഞാൻ താഴോട്ട് വന്നു. സോ നമ്മൾ നമ്മുടെ ബോട്ടിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ നമുക്ക് 4 ബെഡ്റൂംസ് ഉണ്ട് വിത്ത് ബ്ലാങ്കറ്റ്, പില്ലോസ്, മിറർ, ടേബിൾ, ചാർജിങ് സ്ലോട്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഗൈസ്. അത്യാവശ്യം ഒരു നല്ലൊരു സെറ്റപ്പാണ് ഈ ബോട്ടിലുള്ളത്. നമുക്കൊരു 1 night സ്റ്റേ ഒക്കെ അടിപൊളിയായിരിക്കും ഇവിടെ. സോ ഒരു മിഡ് ആഫ്റ്റർനൂണൊക്കെ ആയപ്പം നമ്മുടെ ടീം മെമ്പേഴ്സ് വെള്ളത്തിൽ ചാടാൻ തുടങ്ങി. ചില ആൾക്കാർ നിന്ന് അടിപൊളിയായിട്ട് സ്വിം ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ ഡൈവ് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ വെറുതെ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ വെറുതെ കാല് ഇട്ട് വെള്ളത്തിലിരിക്കുകയാണ്. നല്ല തണുപ്പായിരുന്നു ഗൈസ്, അടിപൊളി തണുപ്പായിരുന്നു വെള്ളത്തിന്. നമ്മുടെ ക്യാപ്റ്റൻ നമുക്ക് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ലഞ്ച് ടൈം ആയിരിക്കുന്നു. ഒരു അടിപൊളി ഇന്ത്യൻ ഏഷ്യൻ കുസീനായിരുന്നു. നമ്മുടെ യൂറോപ്യൻ മച്ചന്മാർക്കൊക്കെ നമ്മുടെ ഫുഡ് ഇഷ്ടപ്പെട്ടു. അവരുടെ ഫുഡ് നമ്മൾ കഴിച്ചു, അടിപൊളിയായിരുന്നു. സോ ഗൈസ്, നമ്മളത് തിരിച്ചെത്തിയിരിക്കുന്നു നമ്മുടെ ഹാർബറിലോട്ട്. Thank you. Have a nice ride. You do. Bye bye. See you later. See you. So guys, നമ്മളിതാ അതിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല ക്ഷീണിച്ച് ടയേർഡായിട്ടാണ് ഗൈസ്. സോ ഗൈസ്, അങ്ങനെ എല്ലാവരും വീട്ടിലോട്ട് പോവാണ്. ഞങ്ങളും ഇറങ്ങി. ഊബറിലാണ്. ഞങ്ങളുടെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട്. ഞങ്ങളുടെ അടുത്താണ് താമസം. സോ ഇറ്റ് വാസ് എ വെരി നൈസ് ഡേ വിത്ത് our team. Until the next time we meet, bye bye and take care.